അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ നോമിനേഷൻ എത്തിയിരിക്കുകയാണ്. ഈ ആഴ്ചത്തിൻ്റെ നോമിനേഷന് വേണ്ടി പതിവ് പോലെ തന്നെ ബിഗ് ബോസ് നമ്മുടെ ക്യാപ്റ്റനോടാണ് ആദ്യം ചോദിക്കുന്നത്. ക്യാപ്റ്റൻ അനീഷാണ്. അനീഷിനോട് ചോദിക്കുകയാണ് എന്താണ് അനീഷ് നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലെന്ന്. അപ്പം നോമിനേഷൻ ക്യാപ്റ്റൻ പറഞ്ഞ അനുസരിച്ച് പ്രേക്ഷകർക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ജഡ്ജ് ചെയ്യുന്നൊരു പ്രക്രിയയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ബിഗ് ബോസ് അത് തിരുത്തി കൊടുത്തു. അതായത് ജനവിധിക്കായിട്ട് ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് തിരുത്തി കൊടുത്തു. അപ്പോൾ അതിലൂടെ തന്നെ തുടങ്ങിയാണ്. അപ്പോൾ ബിഗ് ബോസിലേക്ക് കയറി അതേ ക്രമ നമ്പറിലാണ് ഓരോരുത്തരെ ഉള്ളിലേക്ക് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്. ആദ്യം വിളിച്ചത് അനുവിനെയാണ്. അനു രണ്ടുപേരാണ് ഒരു പ്രാവശ്യം പറയേണ്ടത്. ആദ്യത്തെ ആൾ ജിസേലിനെ പറ്റി പറയുന്നത്, രണ്ടാമത് മുൻഷി രഞ്ജിത്താണ് വന്നിരിക്കുന്നത്. ജിസേലിനെ പറ്റി പറയുന്നത് പുള്ളിക്കാരി അത്ര ആക്റ്റീവ് അല്ല, അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ കുറവാണെന്നാണ് പറഞ്ഞ്. പിന്നെ അതുപോലെ മുൻഷി രഞ്ജിത്ത് ആണെങ്കിലും വലിയ പുള്ളിക്കാരൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടാമത് പിന്നെ ആര്യനെ വിളിക്കുന്നു. ആര്യനെ വിളിച്ചപ്പോൾ അത് ഇത്തിരി ഫൺ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഇത്തിരി ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു ആര്യനോട്. ആര്യൻ ആദ്യം തന്നെ നെവിനെ തെറ്റായ പേരാണ് പറഞ്ഞത്. അപ്പോൾ രവിൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ആദ്യം പറഞ്ഞു പോയി ആദ്യം രവിൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പിന്നെ തിരുത്തി വീണ്ടും പറഞ്ഞു ആദ്യത്തത് ശൈത്യ വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ലൊക്കെ പറഞ്ഞു. സെക്കൻഡ് വീണ്ടും പറഞ്ഞു രവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ആരെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് സീസൺ 7 വീട്ടിലില്ലെന്ന് പറഞ്ഞു. പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആര്യനെ ആദ്യം വിട്ടു. പിന്നെ ആര്യൻ പോയി എല്ലാവരെയും നോക്കിയിട്ട് വന്നു. വീണ്ടും തെറ്റായിട്ട് വന്ന് പറഞ്ഞു. ബിഗ് ബോസ് വീണ്ടും ചൂടായി, വീണ്ടും പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ടൈം പോയിട്ട് വന്ന് എന്നിട്ടും പുള്ളിക്കാരനെ ഓക്കെ പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു, കറക്റ്റ് പേര് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് നെവിനും ഇൻവോൾവ്മെൻ്റ് ആണ് ഇഷ്യൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്താ ഗെയിമെന്ന് അറിയത്തില്ല, മനസ്സിലായിട്ടില്ല, ഇപ്പോഴും ഗെയിമിലേക്ക് വന്നിട്ടില്ല, ഒരു ക്ലൂ ഇല്ലാതെയാണ് ഇപ്പോഴും കളിക്കുന്നത് എന്നാണ് ആര്യൻ പറഞ്ഞത്. അപ്പോൾ ആര്യൻ്റെ 2 പേര് കഴിഞ്ഞു. പിന്നെ അടുത്തത് സരികേനെയാണ്. അടുത്ത് തന്നെ സരികേനെ വിളിക്കാൻ പറഞ്ഞു, കലാഭവൻ സരികേനെ. അപ്പോൾ അത് വീണ്ടും ആര്യൻ തെറ്റിച്ചു. ഷാരിക എന്ന് വന്ന് പറഞ്ഞു. സോ ഷാരിക അകത്തേക്ക് പോയി. അവിടെ ചെന്ന് കൺഫെഷൻ റൂമിൽ ഇരുന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പോയി ആര്യനോട് ചോദിക്കൂ ആരെയാണ് ഞാൻ പറഞ്ഞതെന്ന്. വീണ്ടും ഷാരിക തിരിച്ചു വന്നു. ആര്യനോട് ചോദിച്ചു ആരെയാണ് നിന്നോട് പറഞ്ഞത്, ശാരികേനെയാണെന്നാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ആര്യൻ പെട്ടെന്നെടുത്ത് ഞാനിവിടെ ശാരിക എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ശരിക എന്നങ്ങ് പറഞ്ഞ് സ്ഥാപിച്ചില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കണ്ടായി, നീയല്ലേ ആദ്യം പറഞ്ഞേ. അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ അത് അഡ്മിറ്റ് ചെയ്തു, ഓക്കെ തെറ്റേണ്ടതാന്ന് പറഞ്ഞു. അങ്ങനെ സരികേനെ വിട്ടു. അപ്പോൾ സരിക 2 പേരാണ് പറഞ്ഞത്. ഒന്ന് ആര്യനെ പറഞ്ഞു, പിന്നെ ഒരെണ്ണം ഒനീലിന് പറഞ്ഞു. അങ്ങനെ 2 പേര്. പിന്നെ നെക്സ്റ്റ് വിളിച്ചത് അക്ബറിനെയായിരുന്നു. അക്ബർ മുൻഷി രഞ്ജിത്തിനാണ് വീണ്ടും പറഞ്ഞത്. സെയിം തിങ്, ഇൻവോൾവ്മെൻറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ആദില നൂറേനെയും അക്ബർ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ എല്ലാവരെക്കാളും ഇത്രയുടെ അവർക്ക് ബെനഫിറ്റാണ് 2 പേരുണ്ട്. അപ്പോൾ ഇത്രയുടെ അവർക്ക് കൂടുതൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് കൂടുതൽ പോയിൻറ്റ്സും കളിക്കാനൊക്കെ ഇച്ചിരൂടെ ആക്റ്റീവായി നിൽക്കാവുന്നൊരു സ്റ്റേജിൽ നിന്നിട്ട് പോലും അവരവരെ ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കമ്പയർഡ് ടു അതേഴ്സ് അവർക്ക് നന്നായിട്ട് കളിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, എന്നിട്ട് അവരവരുടെ പ്രഭാവം കാണിക്കുന്നില്ല എന്നാണ് അക്ബർ പറഞ്ഞ പോയിന്റ്. ദെൻ ബിൻസിയാണ് വന്നത്. ബിൻസി, ശൈത്യ, നെവിൻ 2 പേരെയാണ് പറഞ്ഞത്. സെയിം റീസൺ, അവർക്ക് 2 പേർക്കും ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ശൈത്യമായിട്ട് ഇഷ്യൂ മോർണിംഗ് നെയിൽ പോളിഷുമായിട്ട് റിലേറ്റഡ് എന്തോ ഇഷ്യൂ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ശൈത്യ മറ്റുള്ളവരെ തെറ്റ് പറയുന്ന രീതിയിൽ, പുള്ളിക്കാരത്തിയും അവിടെ പാട്ടാണ്, പക്ഷേ മറ്റുള്ള ആൾക്കാരെയും കൂടെ പുള്ളിക്കാരത്തി നല്ലതാണ്, മറ്റുള്ളവർ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ സ്വയം വെള്ളം പൂശുന്ന ഒരു മനോഭാവം എടുത്തു എന്നാണ് അതിനുള്ള റീസൺ പറഞ്ഞത്. സോ അങ്ങനെ 2 പേരാണ് ബിൻസി പറഞ്ഞത്. പിന്നെ വന്നത് ഒനീലാണ്. ഒനീൽ വീണ്ടും ശൈത്യ, ജിസേൽ 2 പേരും ഒരേ റീസണാണ്, 2 പേർക്കും ഇൻവോൾവ്മെൻറ്റ് കുറവാണെന്നാണ് പറഞ്ഞത്. ദെൻ വന്നത് ബിന്നിയാണ്. ബിന്നി, ശൈത്യ, രഞ്ജിത്ത്, മുൻഷി 2 പേരാണ് വീണ്ടും പറഞ്ഞത്. സെയിം റീസൺ, അവർക്ക് 2 പേർക്കും ഇൻവോൾവ്മെൻറ്റ് ഇഷ്യൂ ആണ് പറഞ്ഞത്.
ദെൻ വന്നത് അഭിലാഷാണ്. അഭിലാഷിന് പറഞ്ഞത് രേണു, ആര്യൻ രണ്ടുപേർക്കും ഇതുവരെയും ആര്യൻ രേണു ഇൻവോൾവ്മെൻ്റ് ആണ്. സെയിം വന്നിട്ട് അങ്ങനെ മാറി മാറി നിൽക്കുകയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഗെയിമിലൊന്നും ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ആര്യൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് പറഞ്ഞത്. അപ്പം ദെൻ വന്നത് റെന ഫാത്തിമ, നെവിൻ, ശൈത്യ. അഗെയിൻ സെയിം റീസൺസ്. നെവിൻ ഇൻവോൾവ്മെൻ്റ് ഇല്ല, ശൈത്യ സെയിം ഇൻവോൾവ്മെൻറ്റിൽ വന്നിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ മോർണിംഗിലെ ഈ നെൽപോളിഷ് ഇഷ്യൂ തന്നെ വീണ്ടും ഹൈലൈറ്റ് ചെയ്തു. പിന്നെ വന്ന രഞ്ജിത്ത് മുൻഷിയാണ്. ശൈത്യ, ജിസേൽ രണ്ടുപേർക്കും ഒരേ റീസൺ തന്നെ, ഇൻവോൾവ്മെൻറ്റ് ഇഷ്യൂ ആണ് പറഞ്ഞത്. പിന്നെ ജിസേൽ പറഞ്ഞത് രണ്ടുപേരെ രേണു, ശാരിക സെയിം റീസൺ, രണ്ടുപേരും ഇൻവോൾവ്മെൻറ്റ് കുറവാണെന്നാണ് പറഞ്ഞത്. പിന്നെ വന്നത് ശാരികയാണ്. ശാരിക പറഞ്ഞ രേണു, രഞ്ജിത്ത്. നമ്മളൊരിക്കലും ചിന്തിച്ചില്ല ശാരിക രേണുവിനെ പറയുമെന്ന്, കാരണം അവർ ഇത്തിരി ഫ്രണ്ട്ഷിപ്പ് രീതിയിലൊക്കെയാണ് പുറത്തുനിന്ന് വന്നത്. ബട്ട് ഇവിടെ വന്നിട്ട് രേണുവിന് ഗെയിം എന്താണെന്ന് അറിയാത്ത രീതിയിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് ശാരിക പറഞ്ഞത്. രഞ്ജിത്ത് സെയിം റീസൺ, പുള്ളിക്കാരൻ ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഷാനവാസ് വന്നു. ഷാനവാസ്, ജിസേൽ, അഭിലാഷ് രണ്ടുപേരെയാണ് പറഞ്ഞത്. ജിസേലിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ വസ്ത്ര സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഉണ്ട്, എങ്കിൽ പോലും ഫാമിലി ഓഡിയൻസ് കാണുന്ന കേരളത്തിലൊരു ഓഡിയൻസിന് പറ്റിയ രീതിയിലുള്ള ഡ്രസ്സിങ് അല്ല പുള്ളിക്കാർ ധരിക്കുന്നതെന്നാണ് പറഞ്ഞ പോയിന്റ്. പിന്നെ അഭിലാഷിനെ പറഞ്ഞത് ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് പറയുന്ന എല്ലാത്തിനോടും ഒരേപോലെ എതിർക്കുകയാണ് ചെയ്യുന്നത്. സോ അത് കാരണം അഭിലാഷ് പുള്ളിക്കാരനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത രീതിയിൽ എപ്പോഴും ഓപ്പോസിറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത് അഭിലാഷ്. സോ ഷാനവാസ്, ജിസേൽ, അഭിലാഷ്. പിന്നെ വന്നത് നെവിനാണ്. നെവിൻ രണ്ടുപേരാണ് പറഞ്ഞത്. അഗെയിൻ അനു, റേണു. സോ രണ്ടുപേരെയും ഇതുപോലെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഇഷ്യൂസാണ് പറയുന്നത്. പിന്നെ അനുവിനെ പറഞ്ഞ ഇൻവോൾവ്മെൻ്റ് ഇഷ്യൂ ആണ് രേണുവിനെ പറഞ്ഞ. അനുവിന് പറഞ്ഞ ഞാൻ പാവമാണ്, ഞാൻ നല്ല കുട്ടിയാണെന്ന രീതിയിലിരിക്കുകയാണ് എന്ന രീതിയിലാണ് നെവിൻ പറഞ്ഞത്. ദെൻ വന്ന ആദില, നൂറയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിലൊരു ചെറിയൊരു ഡിസ്കഷൻ ഇൻസൈഡ് ദ കൺഫെഷൻ റൂം ഉണ്ടായി. അപ്പോൾ അവിടെ വെച്ച് പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായം തന്നെ ഒരു കൺക്ലൂഷനിലെത്തിയത്. രണ്ടുപേരും കൂടെ പറഞ്ഞത് ശൈത്യ, ആര്യനെയാണ് പറഞ്ഞത്. ശൈത്യ വന്നിട്ട് ബിന്നി, രഞ്ജിത്ത്. ബിന്നി പറഞ്ഞ സെയിം പോയിന്റ്, അതായത് ബിന്നി വന്ന് പറഞ്ഞത് ശൈത്യനെ പറയാനുള്ള റീസൺ പറഞ്ഞ് പുള്ളിക്കാരത്തി ഗെയിം ഇൻവോൾവ്മെൻ്റ് അല്ല, കാരണം ഇന്നലെ ഒരു വെൽക്രോയുടെ ഒരു ബാഡ്ജ് കിട്ടിയായിരുന്നല്ലോ, അത് ബിന്നിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടിച്ചെടുക്കാൻ പറ്റിയത് ശൈത്യക്കായിരുന്നു, കാരണം അവർ ബെഡ് ഷെയറിംഗ് ആയിരുന്നു. എന്നിട്ട് പോലും അത് ചെയ്തില്ല എന്നാണ് ബിന്നി അവിടെ റീസൺ പറഞ്ഞത് ശൈത്യയുടെ പേര് നോമിനേറ്റ് ചെയ്തപ്പോൾ. ഇവിടെ ശൈത്യ വന്നിട്ട് പറഞ്ഞത് ഞാൻ ബാത്റൂമിൽ പോയ സമയത്താണ് വേറെ ആൾക്കാർ വന്ന് അടിച്ചു മാറ്റിയത്. സോ ഞാനത് ഷാനവാസിക്കയുടെ പുറകെയും ആര്യൻ്റെ പുറകെ ഞാൻ ഒത്തിരി ഗെയിം കളിച്ചായിരുന്നു ഇന്നലെ ഓടി നടന്ന്. പക്ഷേ കാര്യം അറിയാതെ ബിന്നി പറഞ്ഞു ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എൻ്റെ റീസൺ എന്ന് പറഞ്ഞാണ് ബിന്നിനെ നോമിനേറ്റ് ചെയ്തേക്കുന്നത് ശൈത്യ. പിന്നെ പറഞ്ഞ മുൻഷി രഞ്ജിത്തിനെയാണ് പറഞ്ഞത്. ശൈത്യ ഇൻവോൾവ്മെൻ്റ് ആണ് പറഞ്ഞത്. പിന്നെ രേണു വന്നിട്ട് അക്ബറിനെയും ശൈത്യനെയും പറഞ്ഞു. രണ്ടുപേരും ബിഗ് ബോസിന് കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുക്കുന്നില്ല, അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ബിഗ് ബോസ് ചോദിച്ചു എന്താണ് പറയാനുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും സെയിം റീസൺ തന്നെ, വീണ്ടും സെയിം കാര്യം തന്നെ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു നിർത്തി. പിന്നെ ബിഗ് ബോസ് അത് പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല, ഓക്കെ പറഞ്ഞു വിട്ടു. പിന്നെ വന്ന ശരത്താണ്. ശരത്ത് വന്നത് നെവിൻ, ഷാനവാസ് രണ്ടുപേരാണ് പറഞ്ഞത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് കയറിയ ആളാണെങ്കിലും ബിഗ് ബോസിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ലാസ്റ്റാണ് അനീഷിനെ ഈ കാര്യത്തെ വിളിച്ചത്. സോ ശാരിക, അനുമോൾ രണ്ടുപേരെയാണ് അനീഷ് പറഞ്ഞത്. സോ ഇത്രയും പേരാണ് നമ്മുടെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ടുള്ളത് ഞങ്ങൾ വൈകുന്നേരം പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പേര് ലിസ്റ്റിൽ നിന്ന് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമായിരിക്കുമല്ലോ, ആരൊക്കെയാണ് നോമിനേഷനിൽ വന്ന് കാണുമെന്ന്. അപ്പോൾ ആകപ്പാടെ പറയാനിതേ ഉള്ളൂ, നന്നായിട്ട് കളിക്കുന്നവർ അവിടെ വായി തുറക്കണവർ അവിടെ നിർത്തുവാണെങ്കിൽ നമുക്ക് ഈ സീസൺ ബോറടിക്കാതെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ള. അപ്പോൾ വൈകുന്നേരത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ബൈ.